My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 120ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ബ്രയോണിയ എന്ന അധ്യായത്തിൻ്റെ 6ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ തല, മൂക്ക്, തൊണ്ട, ചെസ്റ്റ് എന്നിവയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ കെൻ്റ് പറയുന്നുണ്ട്. ചില സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ചില സവിശേഷമായ ചില കാര്യങ്ങൾ, മുടി കെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം, മെൻസ്ട്രൽ ഫ്ലോയും നാസൽ ബ്ലീഡിങ്ങുമായിട്ടുള്ളൊരു ബന്ധം, ബെൽറോണിക്ക് സാധാരണ ഉപയോഗം വരുന്ന ചില മേഖലകളാണ് സ്ത്രീകളുടെ കാര്യത്തിൽ. അതൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻ ബ്രയോണിയ, ഡാൻഡ്രഫ് ഈസ് കോമൺ. Sensitiveness and great soreness of the scalp, worse from the slightest touch of the scalp, feels as if the hair were pulled. One must always have the hair hanging down. തലയോടും മുടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ. ബ്രയോണിയുടെ ആ ഒരു സെൻസിറ്റീവ്നെസ്, ചലനത്തോടും അനക്കത്തോടും ഒക്കെ ഉള്ളൊരു ഒരു താല്പര്യക്കുറവ്, ആ പ്രയാസങ്ങൾ, അതൊക്കെ തന്നെ ഇവിടെ വരുന്നത്. താരൻ, പൊതുവെ താരനുള്ള തലയോടാണ്. വളരെ സോർനെസ് ഉണ്ട്. ചെറിയൊരു ടച്ചിനോട് പോലും അത് സെൻസിറ്റീവാണ്. ടച്ച് ഉണ്ടാക്കുന്ന ചലനമാണ് വിഷയം. മുടി കെട്ടിവെക്കാൻ പറ്റില്ല. കെട്ടിവെക്കുമ്പോൾ ഒന്ന് വലിയുണ്ടല്ലോ, ആ വലിവ് പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും മുടി അഴിച്ചിടണം. ഫീൽസ് ആസ് ഇഫ് ദ ഹെയർ വെയർ പുൾ. മുടി പിടിച്ച് വലിക്കുന്ന പോലത്തെ ഒരു ഫീല്, മുടിയിൽ ആരോ പിടിച്ച് വലിക്കുന്ന പോലത്തെ ഒരു ഫീല്. അതുകൊണ്ടൊരു എക്സ്ട്രാ ഒരു പുള്ള് വരാതിരിക്കാൻ വേണ്ടിയാണ് അത് അഴിച്ചിടണമെന്നുള്ള തോന്നല്. ഇൻ ദ ബ്രയോണിയ ഹെഡ് ഏക്സ് ആസ് വെൽ ആസ് റൊമാറ്റിക് അറ്റാക്സ്, ഇഫ് ഹി ക്യാൻ പെർസ്പയർ ഫ്രീലി ഹി വിൽ ഗെറ്റ് റിലീഫ്. റൊമാറ്റിക് അറ്റാക്സിൽ ഉള്ളതുപോലെ തന്നെ, വാതസംബന്ധമായ പ്രശ്നങ്ങളുള്ള പോലെ തന്നെ, ബ്രയോണിയ പേഷ്യൻറ്റിൻ്റെ തലവേദനയിലും വിയർപ്പ് കൊണ്ട് റിലീഫുണ്ട്. നന്നായിട്ടൊന്ന് വിയർത്ത് കഴിഞ്ഞാൽ, ഒരു ജനറൽ പെർസ്പിറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗിക്ക് നല്ല ആശ്വാസമാണ്. ബ്രയോണിയ ഈസ് അമീലിയേറ്റഡ് ഇൻ ഓൾ ഇറ്റ്സ് കംപ്ലൈൻറ്റ്സ് ആസ് സൂൺ ആസ് ദ പെർസ്പിറേഷൻ ബിക്കംസ് ഫ്രീ ആൻഡ് ജനറൽ. വളരെ സ്വതന്ത്രമായിട്ട് വിയർത്ത് കഴിഞ്ഞാൽ ബ്രയോണിയ പേഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പോൾ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിനെ മറ്റേ പഠിക്കുമ്പോഴാണ് ഞാനിതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് കടത്തിറങ്ങിയിട്ട് ഒരു 1-2 കിലോമീറ്റർ നടക്കണം വീട്ടിലേക്ക്. നടന്നു പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട്. ആ കടയിൽ ഒരു ദിവസം കയറി കഴിഞ്ഞപ്പോൾ, ഒരു വേനൽക്കാലമായിരുന്നു, ഞാൻ നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. നന്നായിട്ട് വിയർക്കുന്ന പ്രകൃതമാണ്. അപ്പോൾ എൻ്റെ വിയർപ്പ് കണ്ടിട്ട് ഈ കടയിരിക്കുന്ന ചങ്ങാതി പറയായിരുന്നു, ഇങ്ങനെ ഒന്ന് വിയർത്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് പല പല പ്രശ്നങ്ങൾ, തലവേദനയുടെ പ്രശ്നമുണ്ട്, ജലദോഷം, എപ്പോഴും ജലദോഷം വരുന്ന പ്രയാസമുണ്ട്, ശരീരം വേദനകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വിയർപ്പുമായിട്ടുള്ള ബന്ധം അങ്ങനെ, അത് ഞാൻ അങ്ങനെ വിയർക്കാറില്ല, ഒന്ന് വിയർത്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ ആശ്വാസമാണ്. അങ്ങനെ അന്ന് ഡോക്ടർ ഷെണായി, അന്ന് ആൾ പഠിക്കുന്നയാൾ, പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് കേസെടുക്കാൻ പറഞ്ഞു. കേസെടുത്തു. അപ്പോൾ ആൾ ടിപ്പിക്കൽ ബ്രയോണിയാണ്. അപ്പോൾ ആൾ പഠിക്കുന്ന കോഴ്സ് DHMS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒന്ന് മറ്റാരോടൊക്കെ കൂടി കൺസൾട്ട് ചെയ്ത ശേഷം ബ്രയോണിയെ കൊടുത്തു. അയാൾക്ക് നല്ല റിലീഫുണ്ടായി. പിന്നീട് ഞങ്ങൾ മിക്കവാറും കാണുമ്പോഴൊക്കെ പറഞ്ഞു, ഹോമിയോപ്പതിക്ക് ഇങ്ങനത്തെ ഒരു ഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എന്നെ വിയർപ്പിച്ച് എൻ്റെ പ്രയാസങ്ങളെ മാറ്റാൻ കഴിവുണ്ടാവുമെന്ന്. അപ്പോൾ സിംറ്റംസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ, ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും നടക്കും. രോഗിയുടെ ജീവശക്തി, ജീവതത്വം അത് റിയാക്ട് ചെയ്യും. അത് റിയാക്ട് ചെയ്ത് നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കില്ല, അസാധ്യമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവിടെ സംഭവിക്കും. അത് ഹോമിയോപ്പതി പൊട്ടൻസിയുടെ മഹത്വമാണത്. കറക്റ്റ് സെലക്ഷൻ ആണെങ്കിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. കാറ്ററാക്ട് കണ്ടീഷൻസ് ഓഫ് ദ ഐസ് ആർ ഫൗണ്ട് ഇൻ ബ്രയോണിയ. ഇറ്റ് ഈസ് നോട്ട് സോ ഓഫൻ തോട്ട് ഓഫ് ആസ് ആൻ ഇൻഫ്ലമേറ്ററി റെമഡി for the eyes when there are no other symptoms. But eye symptoms will be found redness, inflammation, congestion,
heat, enlargement of the veins, burning and smarting associated with the headaches, with coryza, with troubles in air passages, bronchitis, etc. അപ്പോൾ ബ്രയോണിയിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാറ്ററൽ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ബ്രയോണിയ തന്നെ ഒരു കണ്ണുകളുടെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിൻ്റെ ഒരു ഔഷധമായിട്ട് പൊതുവെ കണക്കാക്കപ്പെടില്ല. പക്ഷേ മറ്റ് പ്രശ്നങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെഡേക്സുമായിട്ട്, ജലദോഷമായിട്ട്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നമായിട്ട്, ബ്രോങ്കൈറ്റിസ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ, റെഡ്നെസ് ഒക്കെ വരാം. പക്ഷേ ബെൽഡോണയിലോ മറ്റുമൊക്കെ കാണുന്ന പോലെ ഒരു അത്രയ്ക്കൊരു വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു കണ്ണിൻ്റെ വീക്കം ബ്രയോണിയിലില്ല. സോർ ഏക്കിംഗ് ഇൻ ദ ഐസ്, ദ ഐബോൾസ് ക്യാൻ ഹാർഡ്ലി ബി ടച്ച്ഡ്, സോ ടെൻഡർ ടു ടച്ച്, ആസ് ഇഫ് ബ്രൂയിസ്ഡ്, ഇൻക്രീസ് ഫ്രം കോഫിംഗ് ഓർ പ്രഷർ. അപ്പോൾ കണ്ണിൻ്റെ തൊടുമ്പോഴുള്ള വേദന, ബ്രൂയിസ്ഡ് ഫീലിംഗ് ഉണ്ട്, അത് തൊടാൻ പറ്റില്ല. കുളിരും പനിയും തലവേദനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ചെസ്റ്റിൻ്റെ കംപ്ലയിൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒരു പ്രൂവറെ കൊട്ടിയിരിക്കുകയാണ്. സോർനെസ് ആൻഡ് ഏക്കിംഗ് ഓഫ് ഐസ് വെൻ മൂവിങ് ദം, കണ്ണ് അനക്കുമ്പോൾ വേദന. പ്രസ്സിങ്, ക്രഷിംഗ് പെയിൻസ് ഇൻ ഐസ്. ഇൻഫ്ലമേഷൻ ഇൻ ദ ഐസ് ആൻഡ് ലിപ്സ്, എസ്പെഷ്യലി ഇൻ ദ ന്യൂ ബോൺ ഇൻഫൻസ്. നവജാത ശിശുക്കളിൽ കണ്ണിലും ചുണ്ടിലുമൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നു. ഇതൊക്കെ പ്രൂവറെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. തിങ്ക് ഓഫ് ബ്രയോണിയ വെൻ ഗൗട്ടി കണ്ടീഷൻസ് ഹാവ് ലെഫ്റ്റ് സർട്ടൻ പാർട്സ് ഓൾ അറ്റ് വൺസ്. The eyes are affected, tumefaction of the lids, the conjunctivitis look like a raw beef, so highly inflamed it is, red and oozing blood. You will find out that a few days before the patient, an old gouty subject, had rheumatic attacks of the joints, and now he has sore and inflamed eyes. റൊമാറ്റിക് കംപ്ലയിൻസുമായിട്ട് ബന്ധപ്പെട്ടും കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ആ സോർനെസ്, അനക്കുമ്പോഴുള്ള പ്രയാസമൊക്കെ വരുന്നു. മറ്റ് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണ്ണിൻ്റെ പ്രയാസങ്ങളാണ് ബ്രയോണിയിൽ പൊതുവെ ഉള്ളത്. റൊമാറ്റിക് ഐറൈറ്റീസ് കോസ്ഡ് ബൈ കോൾഡ്, തണുപ്പുകൊണ്ടുണ്ടാകുന്ന റൊമാറ്റിക് ഐറൈറ്റീസ്, അതൊരു പ്രൂവറെ കൊണ്ടിരിക്കുക. റൊമാറ്റിക് ഇൻഫ്ലമേഷൻ ദ ഐസ് എക്സെട്ര, ദറ്റ് ഈസ് ഇൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആൻഡ് കഞ്ചഷൻ വിത്ത് റെഡ്നെസ് അസോസിയേറ്റ് മോർ ഓർ ലെസ് വിത്ത് ഗോട്ടി അഫക്ഷൻസ്. അവിടെയും ഈ വാദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലാണ്. ഇൻ ഓൾഡൻ ടൈംസ് ഇറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആർത്രൈറ്റിക് സോറൈസ്. അപ്പോൾ ആർത്രൈറ്റിക് സോറൈസ് എന്ന് പണ്ട് കാലത്ത് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, അത് ബ്രയോണിയെ ഭംഗിയായിട്ട് കവർ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് സോറൈസ് ഇൻ ഗോട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റ് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണ്ണിൻ്റെ പ്രയാസങ്ങൾ, അത് ബ്രയോണിയ അതിനെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യും. മെനി ഓഫ് ദ കംപ്ലയിൻസ് ഓഫ് ബ്രയോണിയ കമൻസ് ഇൻ ദ നോസ്, സ്നീസിങ്, കൊറൈസ, റണ്ണിങ് അറ്റ് ദ നോസ്, റെഡ് ഐസ്, ലാക്രിമേഷൻ, ഏക്കിംഗ് ത്രൂ ദ നോസ്, eyes and head the first day, then the trouble gets down into the posterior ears, the throat, the larynx, the hoarseness, and then bronchitis comes on. And if not checked, it go into pneumonia and pleurisy, so that the trouble has traveled from beginning of the respiratory tract, the nose, to the lung tissue. ബ്രയോണിയുടെ പല പ്രശ്നങ്ങളും മൂക്കിൽ തുടങ്ങുന്നു. മൂക്ക് ചീറ്റൽ, തുമ്മൽ, ഇതൊക്കെ തുടങ്ങുന്നു. ഇത് പോയി റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെ സഞ്ചരിച്ച് തൊണ്ടയിലും മറ്റുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി ലങ്സിൽ ചെന്ന്, ലങ്സിൽ ബ്രോങ്കൈറ്റിസ് വരാം, പ്ലൂരിസ് വരാം, അവസാനം ന്യൂമോണിയ വരെ ചെന്ന് എത്താം. അപ്പോൾ മൂക്കിൽ തുടങ്ങി ലങ്സിൽ അവസാനിക്കുന്ന പ്രശ്നങ്ങൾ, അത് ബ്രയോണിയുടെ ഒരു ട്രാക്കാണത്, അതിൻ്റെ ഒരു ക്യാരക്ടറാണത്. ബ്രയോണിയുടെ ജനറൽ കണ്ടീഷൻസ് ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ഭംഗിയായിട്ടത് ഹീൽ ചെയ്യും. ദിസ് ഈസ് എ ഫീൽഡ് ഫോർ ദ കംപ്ലയിൻസ് ഓഫ് ബ്രയോണിയ. ബ്രയോണിയ പ്രശ്നങ്ങളുടെ ഒരു കോമൺ പ്ലേ ഫീൽഡാണത്, മൂക്ക് മുതൽ ശ്വാസകോശങ്ങൾ വരെ. ഓൾ ആർ വേർഡ്സ് ഫ്രം മോഷൻ, ഓൾ പാർട്സ് ആർ സബ്ജക്റ്റ് ടു ദ ഗുഡ് ഡീൽ ഓഫ് ബേണിംഗ് ആൻഡ് കഞ്ചഷൻ, മോർ ഓർ ലെസ് ഫീവർ, sometimes intense fever. The patient himself works from the slightest motion and wants to keep still. Dullness of mind, perceived congestive headaches, sore, lame and bruised all over, often worse at 9 o'clock in the evening, increased dullness of the mind after sleep or on waking in the morning. അപ്പോൾ ബ്രയോണിൻ്റെ ജനറൽ കണ്ടീഷൻസാണ് വരുന്നത്. ചലനത്തോട് പ്രയാസം, അനങ്ങുന്നത് ഇഷ്ടമല്ല. ബ്രയോണിൻ്റെ ജനറൽ അവസ്ഥ ചലനത്തോടുള്ള പ്രയാസം, അനങ്ങുമ്പോൾ ബുദ്ധിമുട്ട്, വൈകുന്നേരം 9 മണിക്കുള്ള വർധനവ്,
ശരീരം മുഴുവൻ ബ്രൂസ്ഡ് ഫീലിങ്, ഇങ്ങനെ ചെറിയൊരു സ്ലൈറ്റസ്റ്റ് മോഷൻ പോലും പ്രശ്നം, അതുകൊണ്ട് അനങ്ങാതെ കിടക്കണം. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ മനസ്സ് വളരെ ഡള്ളായിരിക്കുന്നു, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അല്ല പ്രഭാതത്തിൽ ഉണരുമ്പോഴൊക്കെ വർദ്ധിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥകൾ ബ്രയോണിയയിൽ സാധാരണ ഉണ്ടാകുന്നുണ്ട്. ദ കോഫ് കംസ് ഓൺ വിത്ത് ഗ്രേറ്റ് വയലൻസ്, റേക്കിംഗ് ദ വോൾ ബോഡി ആൻഡ് ഇൻക്രീസിങ് ദ ഹെഡ് ഏക്ക്. വല്ലാതെ കടുത്ത ചുമ, വയലൻ്റായിട്ടുള്ളൊരു ചുമ, അത് വന്നിട്ട് ശരീരത്തെ മുഴുവനിട്ട് ഒലയ്ക്കും, ശരീരത്തെ ഒലച്ചിട്ട് തലവേദന ഉണ്ടാക്കും. ആൻഡ് വിത്ത് കോപ്പീസ് ഡിസ്ചാർജ് ഓഫ് മ്യൂക്കസ് ഫ്രോം ദ റെസ്പിറേറ്ററി ട്രാക്ട്. ഇതിനോടൊപ്പം റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നും മൂക്കിലൂടെയോ വായിലൂടെയൊക്കെ ആകാം കഫത്തിൻ്റെ വല്ലാതെയുള്ള പുറത്തേക്കുള്ള പോക്ക്. ഫ്രീക്വൻറ്റ് സ്നീസിങ്, എപ്പോഴും തുമ്മൽ, മൂക്ക് ചീറ്റൽ. സ്നീസിങ് ബിറ്റ്വീൻ കോഫ്സ്, ചുമകൾക്കിടയിലുള്ള തുമ്മൽ. ലോസ് ഓഫ് സ്മെൽ, മണം നഷ്ടപ്പെട്ടു പോകുന്നു. ബ്ലീഡിങ് ഫ്രം ദ നോസ് ഇൻ നേസൽ കഞ്ചഷൻസ് ഓർ വിത്ത് കൊറൈസ. ജലദോഷവുമായിട്ട് ബന്ധപ്പെട്ട്, മൂക്കടപ്പുമായിട്ട് ബന്ധപ്പെട്ട് മൂക്കിൽ നിന്നും രക്തവാർച്ചയുണ്ട്. ഡ്യൂറിങ് മെൻസ്ട്രേഷൻ ദർ ഇസ് എപ്പിറ്റാക്സിസ്. മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് നോസ് ബ്ലീഡ്. കഞ്ചഷൻ ഓഫ് ദ ഹെഡ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്. മെൻസ്ട്രൽ പീരീഡിൽ തലയിലെ കഞ്ചഷൻ. എപ്പിസ്റ്റാക്സിസ് അപ്പിയേഴ്സ് ആസ് എ vicarious flow in case of menorrhea. If the menstrual flow should be checked suddenly from cold, nosebleed comes on. തണുപ്പടിക്കുമ്പോൾ മൂക്കടഞ്ഞു, മെൻസ്ട്രൽ ഫ്ലോയും നിന്നു പോകുന്നു. ഇത് ബ്രയോണിയുടെ ഒരു ടിപ്പിക്കൽ കണ്ടീഷനാണത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെൻസ്ട്രൽ ഫ്ലോ റീഎസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ ഈ നേസൽ ബ്ലീഡിങ് ശക്തമായിട്ട് വരും. ഈ ഒരു കേസും ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ അയൽപക്കത്ത് തന്നെ ഒരു സ്ത്രീക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. തണുപ്പ് കാലത്ത്, മഴക്കാലത്തൊക്കെ അവർക്ക് ഈ മൂക്കടപ്പ് വരും. മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്താണെങ്കിൽ മെൻസസ് നിൽക്കും, എന്നിട്ട് നേസൽ ബ്ലീഡിങ് വരും. പലതവണ ഒരു ആശുപത്രിയിൽ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ അറിയാവുന്നതാണത്. ഞാൻ ഈ ബ്രയോണിയെ വായിച്ച ശേഷം ഞാൻ ആദ്യമേ ചെയ്തൊരു കാര്യം, ആ ചേച്ചിയുടെ ഭർത്താവിനോട് ഈ കാര്യം സംസാരിച്ചു. ഭർത്താവിനോടും മൂത്ത മകനോടും ഈ കാര്യം സംസാരിച്ചു. അവർ ഹോമിയോപ്പതി ചികിത്സയിലൂടെ അവർ ഈ പ്രശ്നം മാറ്റാൻ സാധിക്കും. അവർ വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പല ചികിത്സകളൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സകളൊക്കെയാണ്, ഒരു ഫലം കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ അവരെ അന്ന് പള്ളുരുത്തിയിൽ, ഞങ്ങളുടെ അടുത്ത നാട്ടിൽ ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. എന്താണ് കൊടുത്തത് എനിക്കറിയില്ല, ബ്രയോണിയാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ആ ഡോക്ടറുമായിട്ട് എനിക്ക് അത്രയ്ക്ക് പരിചയമൊന്നുമില്ലായിരുന്നു. ഏതായാലും അവരുടെ ആ ഒരു പ്രശ്നം, അവരൊരു വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നൊരു അവസ്ഥയായിരുന്നു അത്. ആ ഒരു അവസ്ഥയിൽ, വാർദ്ധക്യത്തിലേക്കല്ല, അവർ പക്ഷേ അവരുടെ ഒരു മധ്യവയസ്സൊക്കെ ആയൊരു സമയമായിരുന്നു. മെൻസ്ട്രേഷനൊക്കെ അവസാനിക്കാൻ സാധ്യതയുള്ളൊരു സമയമായിരുന്നു. പക്ഷേ അതെല്ലാം റീഎസ്റ്റാബ്ലിഷ് ചെയ്തു. അതോടൊപ്പം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, അവർക്കിടയ്ക്ക് ബോധക്കേട് വരുമായിരുന്നു. പെട്ടെന്ന് അവരുടെ ബോധം നഷ്ടപ്പെട്ടു പോകും, മൂക്കിൽ നിന്ന് ചോര വരും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ മെൻസ്ട്രൽ പീരീഡ്സിന് സമയമാണോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നമ്മൾ അത്തരം കാര്യങ്ങൾ പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അവർക്ക് ഈ പ്രശ്നങ്ങൾ വരുമായിരുന്നു. അവർ രോഗിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് തന്നെ. പക്ഷേ ഈ ഒരു ചികിത്സയ്ക്ക് ശേഷം ബ്രയോണി ആകണം എന്നില്ല. ഏതായാലും ബ്രയോണിയുടെ ഒരു കോണ്ടക്സ്റ്റിലാണ് ഞാൻ അവരെ കൊണ്ടുപോയത്. ഏതായാലും ആ ചികിത്സയ്ക്ക് ശേഷം അവർ പിന്നീട് ആരോഗ്യവതിയായി ജീവിച്ചു. അവർക്ക് ഇന്നിപ്പോൾ ഒരു 90 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഞങ്ങളുടെ ആ ചുറ്റുവട്ടത്ത് ബാക്കി എല്ലാവരും മരിച്ചു പോയിട്ടും അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഏറ്റവും സീനിയർ ആയിട്ടുള്ളവരാണ്. എനിക്ക് തോന്നുന്നു അത് പിന്നീട് ഞാൻ അവരുടെ കേസൊന്ന് ഞാൻ തന്നെ ഒന്ന് മനസ്സിലൊന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കൊടുത്ത് ബ്രയോണി തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഏതായാലും അവർ ദീർഘായുസുണ്ട്, ഏതാണ്ട് ആരോഗ്യവതിയായി തന്നെ ഈ ഒരു പ്രായത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ബ്രയോണിക്ക് അങ്ങനെ ഒത്തിരി ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതിനൊരു റൂട്ടീൻ ഔഷധത്തിന് പകരം അതിൻ്റെ ഒരു രോഗിയുടെ അവസ്ഥകൾ ശരിക്കും പഠിച്ച് നല്ല യോജിപ്പുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും. അവരുടെ ജീവൻ തന്നെ, ബ്രയോണിക്കെന്നല്ല ഏത് ഔഷധത്തിനും, ആ ഹോമിയോപ്പതി ചികിത്സയ്ക്ക് മുമ്പും പിമ്പും എന്ന തരത്തിൽ അവരുടെ ജീവൻ തന്നെ മാറിപ്പോകും.
അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ബ്രയോണി കൊണ്ടും മറ്റുമൊക്കെ ചെയ്യാൻ സാധിക്കും. നമുക്ക് ബ്രയോണിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.